ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂലൈ 16 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് വരവ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, സാന്യ അയ്യപ്പൻ, സുകന്യ മുരളി ഗോപി, ദീപക് പറമ്പോൾ, വാണി വിശ്വനാഥ്, ബാബുരാജ്, അഭിമന്യു തിലകൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. AK സാജൻ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയ ഈ സിനിമയ്ക്ക് പൊതുവെ മിക്സഡ് അഭിപ്രായമായിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ പ്രമുഖ യൂട്യൂബ് റിവ്യൂവേഴ്സ് എല്ലാം തന്നെ വളരെ നെഗറ്റീവ് അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നതും. എന്നാൽ ആദ്യ ദിവസം സിനിമയ്ക്ക് വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് കിട്ടിയിരുന്നത്. കേരളത്തിൽ 1,55 ലക്ഷം രൂപയായിരുന്നു ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ആയി നേടിയെടുത്തിരുന്നത്. രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും അത്യാവശ്യം മികച്ച ബുക്കിംഗ് തന്നെയാണ് ഈ സിനിമയ്ക്ക് നടക്കുന്നത്. മണിക്കൂറിൽ 1500 മുതൽ 2000 ടിക്കറ്റ് വരെ ഇപ്പോൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,20,00,000 റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 2,75,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഇന്ന് ജൂലൈ 17 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് ആവറേജ് അഭിപ്രായം നേടുന്ന സിനിമയാണ് അച്യുത അവതാരം. പുനീത് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാളവിക നന്ദൻ, അവിനാശ്, സീമാജി നായർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം മലയാളത്തിന് പുറമെ കന്നഡ, തെലുങ്ക്, തമിഴ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലും തിരഞ്ഞെടുത്തിരുന്നു. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 15-20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 10 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഐ നോബഡി. ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 7 കോടി നേടിയെടുത്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2,40,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് $5,25,000, അതായത് 5,05,00,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 14,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 37,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 2,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 1 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 1,03,00,000 രൂപയായിരുന്നു. അങ്ങനെ 14 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 41,14,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് 7,75,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 48,91,00,000 രൂപയാണ് 14 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് നാഗബന്ധം. ചിത്രം 14 ദിവസം കൊണ്ട് തെലങ്കാനയിൽ 9,77,00,000 രൂപയും ആന്ധ്രയിൽ 7,96,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 2,46,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 1,01,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 74 ലക്ഷം രൂപയാണ്. 14 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 25,14,00,000 കളക്ട് ചെയ്ത ഈ സിനിമ അങ്ങനെ 14 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 26,85,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 10 വെള്ളിയാഴ്ച കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് ആന്ധ്രയിൽ കളക്ട് ചെയ്തത് 21,02,00,000 രൂപയും തെലങ്കാനയിൽ കളക്ട് ചെയ്തത് 20,20,00,000 രൂപയുമാണ്. ചിത്രം കർണാടകയിൽ നിന്ന് 4,42,00,000 തമിഴ്നാട്ടിൽ 50,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയത് 2,97,00,000 രൂപയാണ്. അങ്ങനെ 7 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 46,51,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 9,52,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 7 ദിവസം കൊണ്ട് 56,03,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 10 തിയേറ്ററിലെത്തി മികച്ച ഹോളുകൾ നടത്തി മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് ഇതയം മുരളി. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 14,52,00,000 രൂപയും കർണാടകയിൽ 1,55,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഇന്ത്യൻ ഗ്രോസായി ഈ സിനിമ നേടിയെടുത്തത് 1,55,00,000 രൂപയായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഈ സിനിമ 17,71,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 4,43,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 7 ദിവസം കൊണ്ട് 22,14,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 14 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 10,72,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.